2026 JEE മെയിൻ ഫേസ് 1 ജാനുവരി 23 മോർണിംഗ് ഷിഫ്റ്റിലെ കെമിസ്ട്രി ക്വസ്റ്റൻസ് നോക്കുമ്പോൾ ആറാമത്തെ ചോദ്യം നമുക്ക് അനലൈസ് ചെയ്യാം. എക്സ് ഈസ് എ പ്രൊഡക്റ്റ് വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം പ്രൊപ്പൈൻ നൈട്രൈൽ ആൻഡ് സ്റ്റാനസ് ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് HCl ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അപ്പോൾ എക്സ് എന്താ നമുക്ക് നോക്കാം. പ്രൊപ്പൈൻ നൈട്രൈൽ എന്ന് പറയുമ്പോൾ CH3CH2CN ആണ്. ഇതിനെ നമ്മൾ SnCl2 ആൻഡ് HCl. അപ്പോൾ ഇത് സ്റ്റീഫൻ റിഡക്ഷൻ ആണ്. സ്റ്റീഫൻ റിഡക്ഷനിൽ CN ഗ്രൂപ്പിന് എന്താ പറ്റുക? ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു CHO. സോ ഈ എക്സ് എന്ന് പറയുന്നത് പ്രൊപ്പനാളാണ് എക്സ്. രണ്ട്, വൈ ഈസ് എ പ്രൊഡക്റ്റ് വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ബ്യൂട്ട്-2-ene ബൈ ദ ഓസോണോളിസിസ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ബ്യൂട്ട്-2-ene എന്ന് പറയുമ്പോൾ ഇതാണ് സാധനം. ഇതിനെ ഓസോണോളൈസ് ചെയ്തു, ഓസോണായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആദ്യമേ, ദെൻ ഫോളോഡ് ബൈ H2O2 ഇൻ വാട്ടർ. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? ഓസോണോളിസ് നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ഓസോണോളിസിൻ്റെ പ്രൊഡക്റ്റ് എഴുതുന്ന ടെക്നിക്ക് നിങ്ങൾക്കറിയാം. ഡബിൾ ബോണ്ടിനെ കട്ട് ചെയ്യുക, അപ്പുറം ഇപ്പുറം ഓക്സിജൻ എഴുതുക. സോ യു വിൽ ബി ഗെറ്റിംഗ് 2 യൂണിറ്റ് ഓഫ് എത്തനാൾ അല്ലെങ്കിൽ അസറ്റാൽഡിഹൈഡ് കിട്ടും. ദിസ് ഈസ് അവർ വൈ. ഇനി നോക്കിയേ, ഫ്രം ദ ഫോളോവിങ് വിച്ച് പ്രൊഡക്റ്റ് ഈസ് നോട്ട് ഒബ്റ്റൈൻഡ് വെൻ 1 mole ഓഫ് എക്സ് 1 mole ഓഫ് വൈ റിയാക്ട് വിത്ത് ഈച്ച് അതർ ഇൻ പ്രസൻസ് ഓഫ് ആൽക്കലി ഫോളോഡ് ബൈ ഹീറ്റിംഗ്. അപ്പോൾ രണ്ട് ആൽഡിഹൈഡുകളെ ആൽക്കലിയുടെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്യുക. അപ്പോൾ ബേസിക്കലി ഇത് ആൽഡോൾ കണ്ടൻസേഷനാണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്, ടോപ്പിക് ആൽഡോൾ കണ്ടൻസേഷൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്രൊഡക്റ്റ് ഈസ് നോട്ട് ഒബ്റ്റൈൻഡ് എന്നാണ് ചോദ്യം. അപ്പോൾ ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. രണ്ട് സെൽഫ് ആൽഡോൾ പ്രൊഡക്റ്റുകളും രണ്ട് ക്രോസ് ആൽഡോൾ പ്രൊഡക്റ്റുകളും കിട്ടും. അതിൽ ഒരെണ്ണം ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അത് ഏതാണെന്നാ ചോദ്യം. ആദ്യം നമുക്ക് സെൽഫ് ആൽഡോൾ എഴുതി നോക്കാം. അപ്പോൾ സെൽഫ് ആൽഡോൾ എഴുതുമ്പോൾ ഒന്നാമത്തെ മോളിക്യൂളിൻ്റെ CH3CHO, ഒന്നാമത്തെ മോളിക്യൂളിൻ്റെ ഓക്സിജനെ വലതുവശത്തേക്ക് എഴുതുക. രണ്ടാമത്തെ മോളിക്യൂളിൻ്റെ 2 ആൽഫ ഹൈഡ്രജനെ ഇടതുവശത്തേക്ക് എഴുതുക. ശേഷം കോമൺലി 1 വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്യുക, ഡബിൾ ബോണ്ട് വഴി കണക്ട് ചെയ്യുക. ഇതാണ് ആൽഡോൾ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ് എഴുതാനുള്ള സിമ്പിൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആൽഡോൾ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ് എഴുതാനുള്ള സിമ്പിൾ ടെക്നിക്കാണിത്. ആദ്യത്തെ മോളിക്യൂളിൻ്റെ ഓക്സിജനെ വലതുവശത്തേക്കും രണ്ടാമത്തെ മോളിക്യൂളിൻ്റെ 2 ആൽഫ ഹൈഡ്രജനെ ഇടതുവശത്തേക്കും എഴുതുക. വാട്ടർ മോളിക്യൂളിനെ റിമൂവ് ചെയ്ത് കളയുക, ആദ്യത്തെ ഓക്സിജനെയും രണ്ടാമത്തെ 2 ഹൈഡ്രജനെയും, എന്നിട്ട് ഡബിൾ ബോണ്ട് വഴി കണക്ട് ചെയ്യുക. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിൻ്റെ പേരെന്താ? വട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് പ്രൊഡക്റ്റ്? ഈ പ്രൊഡക്റ്റിൻ്റെ പേര് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദിസ് ഈസ് ബ്യൂട്ട്-2-enol എന്നാണ് ഇതിൻ്റെ പേര്, അല്ലേ? ദിസ് ഈസ് നത്തിങ് ബട്ട് ബ്യൂട്ട്-2-enol. ദിസ് ഇസ് ബ്യൂട്ട്-2-enol. ഓക്കെ, ഒന്നാമത്തെ പേര് നമുക്ക് കിട്ടി ബ്യൂട്ട്-2-enol. പക്ഷേ ഇങ്ങനെ ഒരു പേര് തന്നിരിക്കുന്ന ഓപ്ഷൻസിലുണ്ടോ? ഇല്ല. ഫൈൻ. അടുത്തത് നമുക്ക് പ്രൊപ്പനാളിനെ സ്റ്റാർട്ടിംഗ് റിയാക്ടൻ്റ് ആയിട്ട് എടുത്ത് ചെയ്ത് നോക്കാം. CH3CH2CHO, ഓക്സിജനെ വലതുവശത്തേക്ക് എഴുതി, 2 ആൽഫ ഹൈഡ്രജനെ ഇടതുവശത്തേക്ക് എഴുതി. ഇതാണ് 2 ആൽഫ ഹൈഡ്രജൻ. ശേഷം കോമൺലി 1 വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഡബിൾ ബോണ്ട് വഴി കണക്ട് ചെയ്യുന്നു. CH3CH2CH, ഡബിൾ ബോണ്ട് CHO CH3. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഇതിൻ്റെ പേരെന്താ വരിക? 1 2 3 4 5 2-methyl pent-2-enol എന്ന് വരും, അല്ലേ? 2-methyl pent-2-enol, 2-methyl pent-2-enol ഇങ്ങനെയാണ് പേര് വരിക. അങ്ങനെ ഒരു മോളിക്യൂൾ നമുക്കുണ്ടോ? യെസ്, 2-methyl pent-2-enol നമുക്കിവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ 2 സെൽഫ് ആൽഡോൾ പ്രൊഡക്റ്റുകൾ കേട്ടോ. ഇനി നമുക്ക് ക്രോസ് ആൽഡോൾ പ്രൊഡക്റ്റുകൾ എഴുതാം. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു അസറ്റാൽഡിഹൈഡിനെ ഇവിടെ എഴുതുന്നു. അസറ്റാൽഡിഹൈഡിൻ്റെ ഓക്സിജനെ വലതുവശത്തേക്കും പ്രൊപ്പനാളിൻ്റെ 2 ആൽഫ ഹൈഡ്രജനെ ഇടതുവശത്തേക്കും എഴുതി. ശേഷം ഒരു വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു, ഡബിൾ ബോണ്ട് വഴി കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും വരിക? സോ വിൽ ബി ഹാവിങ് എ പ്രൊഡക്റ്റ് CH3CH, ഡബിൾ ബോണ്ട് CH, ഇവിടെ ഒരു CH3 ഉണ്ടാവും, CHOയും ഉണ്ടാവും. ഇതിൻ്റെ പേരെങ്ങനെയാണ് വരിക? 1 2 3 4 2-methyl ബ്യൂട്ട്-2-enol എന്ന് വരും. 2-methyl ബ്യൂട്ട്-2-enol എന്ന് വരും. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റിലുണ്ടോ? ഉണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്രോസ് ആൽഡോൾ പ്രൊഡക്റ്റ് എഴുതുമ്പോൾ ആദ്യമേ അസറ്റാൽഡിഹൈഡിൻ്റെ ഓക്സിജനെ വലതുവശത്തേക്ക് എഴുതാം, എത്തനാളിൻ്റെ 2 ആൽഫ ഹൈഡ്രജനെ ഇടതുവശത്തേക്ക് എഴുതാം. വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്യുന്നു, ഡബിൾ ബോണ്ട് വഴി കണക്ട് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ത് വരും? വിൽ ബി ഹാവിങ് എ പ്രൊഡക്റ്റ് CH3CH2CH, ഡബിൾ ബോണ്ട് CH CHO. ഈ മോളിക്യൂളിൻ്റെ പേരെന്താ വരിക?
വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് മോളിക്യൂൾ? ഈ മോളിക്യൂളിൻ്റെ പേര് എന്ന് പറയുന്നത് 1 2 3 4 5 2 ഡബിൾ ബോണ്ട്. അപ്പോൾ പെൻഡ് ടു ഈനാൾ എന്ന് വരും. ദിസ് ഈസ് പെൻഡ് ടു ഈനാൾ. പെൻഡ് ടു ഈനാൾ. പെൻഡ് ടു ഈനാൾ നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിലുണ്ട്. നമ്മുടെ ഓപ്ഷൻസ് ഇല്ലാത്ത ആരാ? 3-methyl ബ്യൂട്ട് ടു ഈനാൾ. അങ്ങനെ ഒരു മോളിക്യൂളിലൂടെ ഫോം ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ ഒരാൾ ഉണ്ടാവുന്നില്ല. നമുക്ക് ഉണ്ടാകാത്തത് ആരാന്ന ചോദ്യം. വിച്ച് ഇസ് നോട്ട് ഒബ്റ്റെയിൻഡ്. അതാരാ? 4ാമത്തെ ആളെയാണ് നമുക്ക് കിട്ടാത്ത ആൾ. സോ ദാറ്റ് വിൽ ബി അവർ റൈറ്റ് ആൻസർ ഇൻ ദിസ് കേസ്. ഇവിടെ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും.